അങ്ങനെ ഞാൻ പതിയെ ലേബർ റൂമിലോട്ട് പോവാണ് കേട്ടോ. എൻ്റെ സെക്കൻഡ് ടൈം, അതും സെയിം ബെഡ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതേ കെട്ടിയാൻ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് പെയിൻ വരുമെന്നായിരുന്നു കേട്ടോ എൻ്റെ ഒരു ധാരണ. പക്ഷേ എൻ്റെ ആ ധാരണയൊക്കെ തെറ്റിപ്പോയി. ഒരു 2 മിനിറ്റ് ഇടവിട്ടുകൊണ്ടിരുന്ന് പെയിൻ നല്ലോണം വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ചുറ്റിനുള്ള പേഷ്യൻസിൻ്റെയൊക്കെ ആ ഒരു നിലവിളി ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി എൻ്റെ കെട്ടിയൻ കുറേ കോമഡിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് കേൾക്കുന്നില്ല. ഈ പെയിൻ ആണെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെയിൻ ഇങ്ങനെ അത്യാവശ്യം കൂടി വരുന്നത് കാണുമ്പോൾ കെട്ടിയാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് പെയിൻലെസ് ഡെലിവറി എടുക്കണമെങ്കിൽ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും പെയിൻ വന്നില്ല. അപ്പോൾ പിന്നെ ഇനി എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് പെയിൻ കൂടി എന്നെ ഡെലിവറി റൂമിൽ കയറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നീന മേഡം വന്ന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു പെയിൻ അത്യാവശ്യം നല്ല രീതിയിലുണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കുഞ്ഞ് വന്നാൽ മതിയെന്നായിരുന്നു കേട്ടോ. അങ്ങനെ പുഷ് ചെയ്യുമെന്ന് പറഞ്ഞ് ബേബി വന്നു കേട്ടോ. നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റിലീഫ് കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേദനയൊക്കെ എത്ര ഉണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് നമുക്ക് മാറുകയും ചെയ്യും. അങ്ങനെ അത്രയും നേരം സഹിച്ച വേദന കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെല്ലാം മാറിയ പോലായിരുന്നു കേട്ടോ. കുറേയൊക്കെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ വേദനയുടെ കാര്യമൊക്കെ നമ്മളങ്ങ് മറന്നു പോകല്ലേ. ഡോക്ടർ അവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു പെയിനൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിയുമ്പോൾ പെയിൻ ഉണ്ടാവും. സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടനെ കൂടെ ഡെലിവറി റൂമിൽ കയറ്റാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നേ. അപ്പം അത് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കൂടെ ഉള്ളത് എനിക്കൊരു ഭയങ്കര സമാധാനം. അതുപോലെ തന്നെ ആൾക്കൂടെ അറിയാൻ പറ്റണം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത്ര വേദന സഹിച്ചിട്ടാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കണമെന്നുള്ളത് അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സമയത്ത് ഹസ്ബൻഡും കൂടെ ഉള്ളപ്പോൾ നമുക്ക് വേദനയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് കുറേയൊക്കെ നമുക്കത് സഹിക്കാനൊക്കെ പറ്റും. 2.69 അങ്ങനെ കുഞ്ഞിനെ തുടപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുഞ്ഞടുത്തുള്ള സമയത്ത് നമുക്ക് നമ്മൾ അതിനെപ്പറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കത്തില്ല. സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കത്തില്ല. പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ട് വേദനയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. Attention please. Congratulations to Mrs. Priyanka Pradeep and family. You are blessed with a baby girl. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു ബേബിയെ കാണാനായിട്ട് തനു ബേബി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നേ. അപ്പോൾ അമ്മയോടും ചേട്ടനോടും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു കുഞ്ഞ് എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോൾ അത് ഇപ്പം അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ നെക്സ്റ്റ് ബേബിയും ഗേൾ ബേബി തന്നെയായിരുന്നേ. അപ്പോൾ ഫാമിലീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നേ. ഞങ്ങളുടെ തനുവിന് ഗേൾ ബേബി ആയിരുന്നു കേട്ടോ ഇഷ്ടം. എപ്പോഴും പറയായിരുന്നു വൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അനിയത്തിക്കുട്ടി മതി, ഗേൾ ബേബി മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഗേൾ ബേബി തന്നെ വന്നേ. അതൊന്ന് കൈ തുടങ്ങി അപ്പായ എടുക്കട്ടെ. അപ്പം എൻ്റെ ഇൻസ്റ്റയിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് ഹസ്ബൻഡിനെ കയറ്റാൻ പറ്റുമെന്നുള്ളത്. എൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ കിൻഡർ ഹോസ്പിറ്റൽ ചേർത്തലയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഹസ്ബൻഡിനെ ലേബർ റൂമിൽ കയറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയണമെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെലിവറി വ്ലോഗ് പാർട്ട് 2 ആയിരുന്നു. അപ്പോൾ ഇനി ഹോസ്പിറ്റലിലുള്ള ബാക്കി വീഡിയോസ് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റ ബൈ ബൈ. വിടുന്നില്ലേ ചേച്ചി. ഓക്കെ.
വിട്ടു ടാറ്റ കൊടുക്കും